സ്കോട്ട്ലൻഡിലെ ആണവ സബ്മറീനുകൾ നിലയുറപ്പിച്ചിരിക്കുന്ന ഫാസ്ലൈൻ നേവൽ ബേസിൽ പ്രവേശിക്കാൻ ശ്രമിച്ച ഇറാനിയൻ സ്വദേശിയായ 34-കാരനെയും 31-കാരിയായ ഒരു സ്ത്രീയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടെ ഇവർ ബേസിൽ പ്രവേശിക്കാൻ അനുമതി ചോദിച്ചുവെങ്കിലും സുരക്ഷാ ഉദ്യോഗസ്ഥർ അത് നിഷേധിക്കുകയായിരുന്നു. പിന്നീട് അധിക സമയം വൈകാതെ തന്നെ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തു. സ്ത്രീയുടെ ദേശീയത വ്യക്തമല്ല എങ്കിലും അവർ ഇറാനിയൻ അല്ലെന്നാണ് സൂചന. ബേസിലേക്ക് ബലമായി കയറാൻ ശ്രമിച്ചിട്ടില്ലെന്നും സാധാരണ രീതിയിൽ പ്രവേശനം തേടിയതാണെന്നും അധികൃതർ വ്യക്തമാക്കി. സംഭവത്തിൽ സ്കോട്ട്ലൻഡ് പോലീസ് അന്വേഷണം തുടരുകയാണ്. ഫാസ്ലൈൻ ബേസ് ബ്രിട്ടന്റെ ആണവ പ്രതിരോധ സംവിധാനത്തിന്റെ പ്രധാന കേന്ദ്രമാണ്. ഇവിടെ നിന്നാണ് വാങ്കാർഡ് ക്ലാസ് സബ്മറീനുകൾ ആണവ മിസൈൽ സംവിധാനം കയറ്റി സമുദ്രത്തിൽ പെട്രോളിംഗ് നടത്തുന്നത്. രാജ്യത്തിന്റെ മുഴുവൻ ആണവായുധ ശേഷിയും ഈ സബ്മറീനുകളിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. മാസങ്ങളോളം സമുദ്രത്തിനടിയിൽ മറഞ്ഞുകിടക്കാൻ കഴിയുന്ന ഇവയ്ക്ക് ദൂരെ ലക്ഷ്യങ്ങളിൽ വരെ ആക്രമണം നടത്താനുള്ള ശേഷിയുണ്ട്. 1969 മുതൽ ബ്രിട്ടൻ ഈ രീതിയിൽ ഇടവിടാതെ ആണവ സബ്മറീൻ പെട്രോളിംഗ് തുടരുന്നുണ്ട്. 2030 ശേഷം നിലവിലെ സബ്മറീനുകൾക്ക് പകരം പുതിയ ട്രെഡ്നോട്ട് ക്ലാസ് സബ്മറീനുകൾ എത്തിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ.